ഡൊണാൾഡ് ട്രംപിനോട് വിനയവിധേയനായി നിന്നിട്ടും ഇന്ത്യയുമായി ഉണ്ടാക്കിയതിനേക്കാൾ മോശം വ്യാപാര കരാറാണ് പാകിസ്ഥാന് കിട്ടിയതെന്നാണ് ആക്ഷേപം. ഇന്ത്യക്കുള്ള തീരുവ 18% കുറച്ചുകൊണ്ടുള്ള വ്യാപാര കരാർ US പ്രഖ്യാപിച്ചതിന് പിന്നാലെ പാക് നേതൃത്വത്തിനെതിരെ ആഭ്യന്തരമായി രൂക്ഷ വിമർശനം ഉയരുകയാണ്. USുമായി പാകിസ്ഥാൻ മാസങ്ങളോളം നടത്തിയ ഔദ്യോഗിക ചർച്ചകൾക്കൊന്നും ഫലമുണ്ടായില്ലെന്നും അതേസമയം ട്രംപിന്റെ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ തങ്ങളുടെ നിലപാടിൽ ഉറച്ചുനിന്നെന്നും വിമർശകർ പറയുന്നു. ട്രംപിനെ നോബലിന് ശുപാർശ ചെയ്തു, അദ്ദേഹത്തിന്റെ ബോർഡ് ഓഫ് പീസിനെ പിന്തുണച്ചു, വാഷിംഗ്ടണിലേക്ക് പാക് നേതാക്കൾ നിരന്തരം യാത്ര ചെയ്തു. എന്നിട്ടും ഇന്ത്യയേക്കാൾ അധിക തീരുവ ഭാരമാണ് പാകിസ്ഥാന് കിട്ടിയതെന്നാണ് വിമർശനം. 19% പാക് ചരക്കുകൾക്കുള്ള US തീരുവ. ഇന്ത്യ ഗേറ്റിന്റെ ചിത്രവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം താൻ നിൽക്കുന്ന മാസികയുടെ കവർ ചിത്രവും പങ്കുവെച്ചുകൊണ്ടാണ് ഇന്ത്യക്കുള്ള തീരുവ 18% കുറയ്ക്കുകയാണെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതോടെയാണ് സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനം 2 ദിവസമായി നടക്കുന്നത്. ട്രംപിനെ പലവട്ടം വൈറ്റ് ഹൗസിൽ പോയി കണ്ട ഫീൽഡ് മാർഷൽ അസീം മുനീറിന് നേരെയും വിമർശനമുണ്ടായി. ട്രംപ് മുനീറിനെ കാമുകിയെ പോലെയാണ് പരിഗണിച്ചതെന്നും എന്നാൽ എന്തെങ്കിലും കൊടുക്കാനോ വാങ്ങാനോ ഉള്ള സമയം വരുമ്പോൾ തന്റെ കുടുംബത്തിന്റെ തീരുമാനം അനുസരിക്കാൻ നിർബന്ധിതനായിരുന്നു, തന്നെ മറന്നേക്കൂ എന്ന് പറയുമെന്നും ഒരു ഉപയോക്താവ് പരിഹസിച്ചു. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രീണിപ്പിക്കാൻ പാകിസ്ഥാൻ ഭരണകൂടം സകല അടവുകളും പയറ്റിയിരുന്നു. ട്രംപിനെ നോബൽ സമ്മാന പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്തത് ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായിരുന്നു. എന്നാൽ ഈ നീക്കങ്ങളൊക്കെ പാകിസ്ഥാന് ഗുണകരമായില്ലെന്ന് പുതിയ സംഭവ വികാസങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ കയറ്റുമതിയിൽ $150 ബില്യൺ വർധനവ് USുമായുള്ള കരാറിലൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതോടെ സമൂഹ മാധ്യമങ്ങളിൽ പാക് ഭരണകൂടത്തിനെതിരെ പരിഹാസവും രോക്ഷവും അണപൊട്ടുകയായിരുന്നു. പാകിസ്ഥാൻ സേനാ മേധാവി ജനറൽ അസീം മുനീറിനെയും പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനെയും ലക്ഷ്യം വെച്ചായിരുന്നു വിമർശനങ്ങൾ ഏറെയും. ട്രംപിനെ പ്രീണിപ്പിക്കാൻ പാകിസ്ഥാൻ നടത്തിയ ശ്രമങ്ങളെ കടുത്ത ഭാഷയിലാണ് പാക് ജനതയും പരിഹസിച്ചത്. പാകിസ്ഥാന്റെ US വിധേയത്വത്തിനെതിരെയും സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. മുൻ മന്ത്രി ഹമദ് അസ്ഹർ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: 21ാം നൂറ്റാണ്ടിലെ വിദേശ നയം എന്നത് വെറും ഫോട്ടോ എടുക്കലോ വ്യക്തിപരമായ ബന്ധങ്ങളോ അല്ല, അത് സാമ്പത്തിക കരുത്തിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കങ്ങൾ പാകിസ്ഥാൻ കണ്ടുപിടിക്കണം. ഇമ്രാൻ റിയാസ് ഖാൻ എന്ന മാധ്യമ പ്രവർത്തകൻ വിമർശിച്ചത് ബലൂചിസ്ഥാനിലെ വിലപിടിപ്പുള്ള ധാതുക്കൾ പോലും അമേരിക്കയ്ക്ക് കാഴ്ചവെച്ചിട്ടും അർഹമായ ബഹുമാനം നേടാൻ പാകിസ്ഥാൻ ആയില്ല എന്നാണ്. സെയിൽസ്മാൻ ഇൻ ചീഫ് തന്ത്രം പരാജയപ്പെട്ടുവെന്നും അസീം മുനീറിനെ ലക്ഷ്യമിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു. അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഇന്ത്യ നടത്തിയ ചർച്ചകളാണ് ഇത്രയും കുറഞ്ഞ താരിഫ് നിരക്ക് നേടിയെടുക്കാൻ സഹായിച്ചതെന്ന് നിരീക്ഷകർ കരുതുന്നുണ്ട്. ഇതിനെ തന്ത്രപരമായ സ്വയംഭരണം എന്നാണ് പാക് പ്രതിപക്ഷം വിശേഷിപ്പിച്ചത്. അമേരിക്കയുമായും യൂറോപ്യൻ യൂണിയനുമായും ഇന്ത്യ ഒപ്പുവെച്ച ഈ വ്യാപാര കരാറുകൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വൻ കുതിപ്പുണ്ടാക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അതേസമയം അയൽരാജ്യമായ പാകിസ്ഥാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും നയതന്ത്ര പരാജയത്തിലും ഉടലുകയാണ്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.